ഹലോ CUT ആസ്പിരൻസ്, എല്ലാവർക്കും CUT ട്യൂട്ടോറിയത്തിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഹിസ്റ്ററിയുടെ ക്രോണോളജിയാണ്. അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കാണ്, ഹിസ്റ്ററി സിമ്പിൾ ആയിട്ട് പഠിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, നിങ്ങൾ ആദ്യം ഹിസ്റ്ററിയുടെ ക്രോണോളജി മനസ്സിലാക്കുക എന്ന് പറയും. സോ കാരണം ഈ ഹിസ്റ്ററിയുടെ ക്രോണോളജി എന്ന് പറയുന്നത് അത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഹിസ്റ്ററിയുടെ ഒരു ഫണ്ടമെന്റൽ ആണ് ഈ ക്രോണോളജി മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ഹിസ്റ്ററിയുടെ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ഹിസ്റ്ററി പഠിക്കുന്നതിൽ ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഘടകമാണ് ഹിസ്റ്ററിയിലെ ക്രോണോളജി മനസ്സിലാക്കുക എന്ന് പറയുന്നത്. ഹിസ്റ്ററി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഹിസ്റ്ററിയിലെ ടോപ്പിക്സും മറ്റു കാര്യങ്ങളെല്ലാം, ഹിസ്റ്ററിയുടെ ഫാക്ട്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. ഇപ്പോ ഹിസ്റ്ററിയുടെ ക്രോണോളജി നിങ്ങളെ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ്, ഹിസ്റ്ററിയിൽ ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയെടുക്കാൻ ഈ ക്രോണോളജി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. സോ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ CUT ട്യൂട്ടോറിയം ഈ ഒരു ഷോർട്ട് വീഡിയോ ഇവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഹിസ്റ്ററിയുടെ ക്രോണോളജിയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് നിങ്ങൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നിങ്ങളുടെ CUT എക്സാമുകൾക്ക് അത് കൂടുതൽ ഉപകാരപ്പെടും, നിങ്ങൾക്കത് കുറെ കൂടെ ഹെൽപ്ഫുൾ ആവും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ CUT ട്യൂട്ടോറിയം ഇങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം നമുക്ക് നമ്മളുടെ ക്ലാസ്സുകൾ നമ്മളുടെ ബേസ് മുതൽ, അതിന്റെ ഏറ്റവും എന്താ പറയുന്നത് ഗ്രാസ് റൂട്ട് ലെവൽ മുതൽ തുടങ്ങേണ്ടതുണ്ട്. അപ്പോൾ ഹിസ്റ്ററി നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ക്രോണോളജി മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് ഇതിന്റെ ട്രിക്കാണ്, ഹിസ്റ്ററി പഠിക്കുന്നതിന്റെ ഒരു ട്രിക്കാണ്, അതിന്റെ ഒരു നാക്കാണ് ഈ ക്രോണോളജി മനസ്സിലാക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹിസ്റ്ററി ബുക്കുകൾ വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ക്രോണോളജി മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെയൊക്കെ ആൻസേഴ്സ് നിങ്ങൾക്ക് CUT എക്സാമിന് പെട്ടെന്ന് ചെയ്യാനും പറ്റും. അപ്പോൾ ക്രോണോളജി മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഹിസ്റ്ററി പഠിക്കുന്നതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ ഹിസ്റ്ററി പഠിക്കുന്നതിലുള്ള ഒരു ഇനീഷ്യൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ക്രോണോളജി മനസ്സിലാക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ CUT ട്യൂട്ടോറിയം ഇങ്ങനത്തെ ഒരു ക്ലാസ്സുമായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ടുള്ളത്. സോ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലോട്ട് കിടക്കാം. നമ്മൾ ഹിസ്റ്ററിയുടെ ക്രോണോളജിയാണ് ഇവിടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇവിടെ ഈ ഒരു പിക്ചർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും എന്താണ് ഈ ഹിസ്റ്ററിയുടെ ക്രോണോളജി എന്നുള്ളത്. ഈ പിക്ചർ തന്നെ നിങ്ങളോട് പറയുന്നുണ്ട് അല്ലെ. ആദ്യം നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹാരപ്പയുടെ എവിഡൻസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നീട് നിങ്ങൾക്ക് വേദകാലഘട്ടത്തിന്റെയും ജൈനസത്തിന്റെയും ബുദ്ധസത്തിന്റെയും അതുപോലെ തന്നെ അശോകനെയും ചന്ദ്രഗുപ്ത മൗര്യനെയും അക്ബറിനെയും അതുപോലെ തന്നെ പ്ലാസി യുദ്ധവും 1857 റിവോൾട്ടും ഗാന്ധിയും ഒക്കെ കാണാൻ കഴിയും. സോ ഇതാണ് ഹിസ്റ്ററിയുടെ ക്രോണോളജി എന്ന് പറയുന്നത്. മനസ്സിലായി? ആ കാലക്രമ അടിസ്ഥാനത്തിൽ ഇങ്ങനെ പോവാണ്. മനസ്സിലായി? ഹാരപ്പയെന്ന് തുടങ്ങുന്നത് നിങ്ങളുടെ വലത്തേ സൈഡിൽ നിന്ന് നേരെ ഗാന്ധിയിലോട്ട് എത്തുന്നു. സോ ഇതാണ് ഹിസ്റ്ററിയുടെ ക്രോണോളജി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിത് കുറേ കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിതൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഹിസ്റ്ററിയിൽ 3 പീരീഡുകൾ ഉണ്ട് അല്ലെ. 3 പീരീഡുകൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമ്മളുടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് എന്താക്കിയിട്ടുണ്ട്, ഹിസ്റ്ററിയുടെ പീരീഡുകളെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ നമ്മൾ ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 3 പീരീഡുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. 1 ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി, 2 മിഡീവൽ ഇന്ത്യൻ ഹിസ്റ്ററി, 3 മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി. സോ ഇതാണ് എന്താ പറയുന്നത് ഈ ട്രൈപാർട്ടൈഡ് ഡിവിഷൻ എന്നൊക്കെ പറയുന്നത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഈ ആൻഷ്യന്റ് പീരീഡ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഷ്യന്റ് പീരീഡ് റഫ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് 2500 BCE മുതൽക്കാണ്. അത് ഒരു അപ്രോക്സിമേറ്റ് കണക്കാണ്. നമുക്ക് ഹിസ്റ്ററിയുടെ മറ്റൊരു ഹിസ്റ്ററിയുടെ ഒരു പ്രത്യേകത ആണ്, നമുക്ക് ഒന്നും അങ്ങോട്ട് തറപ്പിച്ച് പറയാം ഇന്ന പീരീഡിൽ അത് സ്റ്റാർട്ട് ചെയ്തു ഇന്ന പീരീഡിൽ എൻഡ് ചെയ്തു, നമുക്ക് അങ്ങനെ പിൻ പോയിന്റ് ചെയ്ത് പറയാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഹിസ്റ്ററി എഴുതുന്ന സമയത്തൊക്കെ നമ്മൾ അധികവും നമ്മൾ സിർക്ക എന്ന് പറയുന്ന ഒരു ടേം യൂസ് ചെയ്യുന്നത്. സിർക്ക എന്ന് പറഞ്ഞാൽ എന്താ, അപ്രോക്സിമേറ്റ് എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പൊ റഫ് ആയിട്ട് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും 2500 BCE മുതൽ. കാരണം 2500 BCEയോട് കൂടിയിട്ട് എന്തായിട്ടുണ്ട്, ഹാരപ്പൻ സിവിലൈസേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻഷ്യന്റ് പീരീഡിന്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് 2500-ലാണ്. അത് എന്നിട്ട് എത്ര വരെയൊക്കെ നീളുന്നുണ്ട്, 2500 BCE കഴിഞ്ഞ് 700 CE പോകുന്നുണ്ട്. എന്താ ഈ BCE CE എന്ന് പറഞ്ഞാൽ ഡിഫറൻസ് നിങ്ങൾ അത് പഠിച്ചിട്ടുണ്ടായിരിക്കും. BCE ടെക്സ്റ്റ് ബുക്കിൽ അത് ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഹിസ്റ്ററിയുടെ ടെക്സ്റ്റ് ബുക്ക് നോക്കുക. BCE എന്ന് പറഞ്ഞാൽ ബിഫോർ കോമൺ എറ എന്നാണ്. CE എന്ന് പറഞ്ഞാലോ കോമൺ എറ. അപ്പോ നമ്മൾ ഇന്ന് നിൽക്കുന്നത് 2024 CE-ലാണ്. മനസ്സിലാവും? അപ്പൊ ഇത് നിങ്ങൾ ഓർത്തിരിക്കണേ. ഇതാണ് ബേസ് കേട്ടോ. അതുകൊണ്ട് അത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഹിസ്റ്ററി വളരെ സിമ്പിൾ ആവും. മനസ്സിലായോ? അപ്പൊ ആൻഷ്യന്റ് പീരീഡിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് അതാണ്. ഇനി മിഡീവൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 700 CE മുതൽക്ക് 1800 CE വരെ ഒരു 1000 വർഷത്തെ ഒരു ചരിത്രം. പിന്നെ നമ്മൾ മോഡേൺ പീരീഡ് നോക്കുമ്പോൾ 1800 മുതൽക്ക് ഇങ്ങോട്ടേക്കുള്ള പീരീഡുകളെല്ലാം മോഡേൺ പീരീഡിലാണ്.
അത് വരുന്നത്. അപ്പൊ ഇതാണ് ആ ഒരു ഹിസ്റ്ററിയിൽ ആ ഒരു ക്ലാസിഫിക്കേഷൻ, ആ ഒരു ഡിവിഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറെ കൂടെ പെട്ടെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ആ ആൻഷ്യന്റ് ഇന്ത്യയുടെ ടൈം ഫ്രെയിമുകളും നോക്കാം. ഒരു 4 ലക്ഷം BCE മുതൽക്ക് 2500 BCE വരേക്കുള്ള ഒരു കാലഘട്ടം. അതിന്റെ ഇടയിലാണ് ഈ പ്രീ ഹിസ്റ്ററി, പ്രോട്ടോ ഹിസ്റ്ററി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാലഘട്ടങ്ങൾ വരുന്നുണ്ട്. സ്റ്റോൺ ഏജ്. ഇപ്പൊ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞാൽ എന്താ? പലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്. ഈ ഏജുകളെയാണ് നമ്മൾ സ്റ്റോൺ ഏജ് എന്ന് ബ്രോഡായിട്ട് വിളിക്കുന്നത്. ഈ സ്റ്റോൺ ഏജുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രീ ഹിസ്റ്ററി എന്ന് വിളിക്കാം. പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, പ്രോട്ടോ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ ഹാരപ്പ മുതൽക്ക് ഇങ്ങോട്ടേക്കുള്ള കാലഘട്ടത്തെയാണ് നമ്മൾ പ്രോട്ടോ ഹിസ്റ്ററി എന്ന് വിളിക്കുക. ഓർക്കണേ അത് കഴിഞ്ഞുള്ള കാലഘട്ടം, ഇപ്പോ അശോകന്റെയും മഹാജനപദങ്ങളുടെ ഒക്കെ കാലഘട്ടത്തെ നമ്മൾ ഹിസ്റ്ററിക് പീരീഡ് എന്ന് വേണം വിളിക്കാം. അപ്പൊ അത് ഓർത്തിരിക്കുക. മറ്റത് പ്രീ ഹിസ്റ്ററി, കാരണം എന്താ, ആ സമയത്ത് എഴുത്തോ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ പ്രീ ഹിസ്റ്ററി എന്ന് വിളിക്കുന്നു. പിന്നെ രണ്ടാമത്തെ പീരീഡ് പ്രോട്ടോ ഹിസ്റ്ററി. ഹാരപ്പയുടേത് പ്രോട്ടോ ഹിസ്റ്ററി, കാരണം എന്താ, സ്ക്രിപ്റ്റ് ഉണ്ട്, നമുക്കത് വായിക്കാൻ പറ്റിയിട്ടില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെ പ്രോട്ടോ ഹിസ്റ്ററി എന്ന് വിളിക്കും. പിന്നെ നമുക്ക് റിട്ടൺ റെക്കോർഡ്സ്, ബുക്കുകൾ, കാര്യങ്ങൾ, സോഴ്സുകൾ എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ആ കാലഘട്ടത്തിൽ നമ്മൾ ഹിസ്റ്ററിക് പീരീഡ് എന്നും. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കുക. പിന്നെ 2500 BCE മുതൽക്ക് 1800 BCE വരേക്കും ഹാരപ്പയുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒരു കാലഘട്ടം. അതിനുശേഷം 1500 BCE മുതൽക്ക് 1000 BCE വരേക്കും ഋഗ്വേദിക് കാലഘട്ടം. 1000 BCE മുതൽക്ക് പിന്നീട് ഒരു 500 BCE വരേക്കും ലേറ്റർ വേദിക് പീരീഡിന്റെ കാലഘട്ടം. ഓക്കെ, പിന്നെ 500 BCE മുതൽ 600 BCEയുടെയും 500 BCയുടെ ഇടയിലാണ് ബുദ്ധിസവും ജൈനിസും മഹാജനപദങ്ങളൊക്കെ എമർജ് ചെയ്യുന്നത്. ഓക്കെ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷന് നമ്മളുടെ ക്ലാസ്സുകളിൽ വരും. ഇത് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ബ്രീഫ് ആയിട്ട് നമ്മൾ ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഒരു 300 BCE മുതൽക്ക് ഒരു 180 BCE വരേക്കും മൗര്യൻ എംപയറിന്റെ ഒരു സമയം. പിന്നെ അതിനുശേഷമാണ് മൗര്യൻ എംപയർ ഡിക്ലൈൻ ആവുന്നത്. അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ 185 BCE മുതൽക്ക് 320 CE വരേക്കുള്ള ഒരു കാലഘട്ടം. അതിന്റെ ഇടയിൽ ഒരുപാട് രാജാക്കന്മാര്, ഒരുപാട് ഡൈനാസ്റ്റികൾ വരുന്നുണ്ട്. ഇൻഡോ ഗ്രീക്സ് വരുന്നുണ്ട്, കുഷാനന്മാര് വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് രാജാക്കന്മാർ അതിൽ വരുന്നുണ്ട്. 320 BCEയിലാണ് പിന്നീട് എന്ത് നടക്കുന്നത്? ഗുപ്ത എംപയർ വരുന്നത്. ഗുപ്ത എംപയർ എമർജ് ചെയ്യുന്നു. സോ 320 മുതൽക്ക് 500 CE വരേക്കുള്ള കാലഘട്ടം. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കുക, കാലഘട്ടം മാറിയിട്ടുണ്ട്. അതായത് 180 BCEയിൽ നിന്ന് എങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട്? CE ആയിട്ടുണ്ട് കേട്ടോ. BCE മാറി CE ആയിട്ടുണ്ട്, അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ 300 CEയിലാണ് ഗുപ്ത എംപയർ വരുന്നത്. ഒരു 200 വർഷക്കാലം അവർ രാജാക്കന്മാർ ഭരണം നടത്തി, ഒരു 500 CE വരേക്കും. പിന്നെ അതിനുശേഷമാണ് ഹർഷവർദ്ധനം വരുന്നത്. അതിനുശേഷമാണ് പിന്നീട് രാഷ്ട്രകൂടാസ്, പാലാസ്, പ്രത്യാരാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഡൈനാസ്റ്റികൾ എമർജ് ചെയ്യുന്നത്. ഒരു 1000 CE വരേക്കുള്ള ഒരു കാലഘട്ടം. പിന്നെ നമ്മൾ സൗത്ത് ഇന്ത്യയിലോട്ട് നമ്മൾ നോക്കി, രാഷ്ട്രകൂടാസ് ഒക്കെ സൗത്ത് ഇന്ത്യയിലാണ് വരുന്നത്. സൗത്ത് ഇന്ത്യ, ഡക്കാൻ റീജിയൻ ഒക്കെ ഭരിച്ചിട്ടുണ്ടായിരുന്ന രാജാക്കന്മാരാണ്. ഇനി നമ്മളിപ്പോ ഡീപ്പ് സൗത്തിലോട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് 9ാം നൂറ്റാണ്ട് മുതൽക്ക്, അതായത് 9th century CE മുതൽക്ക്, 9th century CE എന്ന് പറഞ്ഞാൽ എത്രയാണ്? 800 CE ആണ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ 13th century CE വരേക്കും ചോള എംപയർ. സോ ഇതാണ് ആൻഷ്യന്റ് ഇന്ത്യയുടെ ഒരു ക്രൊണോളജി എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ മിഡീവൽ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 700 CEയിലാണ് എന്ത് നടക്കുന്നത്? അറബ് കോൺക്വസ്റ്റ് ഓഫ് സിന്ധ് നടക്കുന്നത്. മുഹമ്മദ് ബിൻ കാസിം സിന്ധ് ക്യാപ്ചർ ചെയ്യുന്നത്. അതോട് കൂടിയിട്ടാണ് മിഡീവൽ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു 1000 CEയുടെയും 1200 CEയുടെയും ഇടയിലായിട്ട് ഗസനി വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, ഗോറിയുടെ അറ്റാക്ക് വരുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നീട് 1206 മുതൽക്കാണ് ഡൽഹി സൽത്തനത്തിന്റെ ഹിസ്റ്ററി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡൽഹി സൽത്തനറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഡൈനാസ്റ്റീസ് നടത്തിയിട്ടുണ്ടായിരുന്ന ഭരണമാണ് അല്ലെ. നിങ്ങൾക്കറിയാലോ, സ്ലേവ് ഡൈനാസ്റ്റി, അതായത് മാംലുക്കുകള്, പിന്നെ രണ്ടാമത്തത് കൽജികള്, മൂന്നാമത്തത് തുഗ്ലക്കുകള്, നാലാമത്തത് സെയ്ദുമാര്, അഞ്ചാമത്തത് ലോധികള്. ഇങ്ങനെ 5 ഡൈനാസ്റ്റീസ് ഭരിച്ച കാലഘട്ടത്തെയാണ് നമ്മൾ ഡൽഹി സൽത്തനറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ആദ്യം മുതൽ സ്ലേവ് ഡൈനാസ്റ്റി വരുന്നു, പിന്നെ കിൽജികൾ വരുന്നു. 1290 മുതൽക്ക് 1320 വരേക്കും കിൽജികള്, 1320 മുതൽക്ക് 1412 വരേക്കും തുഗ്ലക്കുകള്, അതിനുശേഷം 1414 മുതൽക്ക് 1526 വരേക്കും സയ്യിദുകളും ലോധികളും. അതോടുകൂടിയിട്ട് ഡൽഹി സൽത്തനറ്റ് അവസാനിക്കുകയാണ്. 1526 കൂടിയിട്ട് പിന്നെ ആരാണ് വരുന്നത്? മുഗൾ എംപയർ ആണ് വരുന്നത്. അപ്പൊ ഇതാണ് മിഡീവൽ ഇന്ത്യയുടെ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ നമ്മളിപ്പോ സൗത്ത് ഇന്ത്യ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിജയനഗര എംപയർ ഉണ്ട്. 1336 മുതൽക്ക് 1565 വരേക്കും
വിജയനഗര എംപയർ കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. തളിക്കോട്ട യുദ്ധം നടക്കുന്നത് വരേക്കും. തളിക്കോട്ട യുദ്ധം എപ്പോഴാണ് നടന്നിട്ടുണ്ടായിരുന്നത്? 1565 തളിക്കോട്ട യുദ്ധം നടന്നിട്ടുണ്ടായത്. അതോടുകൂടിയിട്ട് വിജയനഗര എംപയർ സൗത്ത് ഇന്ത്യയിൽ ഡീക്ലൈൻ ചെയ്യുന്നുണ്ട്. പിന്നെ മുഗൾ എംപയർ 1526 മുതൽക്ക് ഒരു 300 വർഷക്കാലം 1857 വരേക്കും റിവോൾട്ട് 1857 റിവോൾട്ട് നടക്കുന്നത് വരേക്കും ആരാണ് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്? മുഗൾസ് ആണ് ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് ഓർത്തിരിക്കുക. പിന്നെ അതിന്റെ ഇടയിൽ മറാത്ത എംപയർ ഒക്കെ വരുന്നുണ്ട് ശിവാജിയുടെ നേതൃത്വത്തിൽ 1674 മുതൽക്ക് 1819 വരേക്കും മറാത്താസ്. പിന്നെ നമ്മൾ സൗത്ത് ഇന്ത്യയിലെ ഡെക്കാൻ, എസ്പെഷ്യലി നമ്മൾ ഡെക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ബാഹ്മിനി സൽത്തനട്ട് ആദ്യം വരുന്നുണ്ട്. പിന്നെ ബാഹ്മിനി സൽത്തനട്ട് തകർന്നതിന് ശേഷം 5 മറ്റ് ഡെക്കാനി സൽത്തനട്ടുകളും വരുന്നുണ്ട്. 1346 മുതൽക്ക് 1500 വരേക്കും ബാഹ്മിനി ഭരണം നടത്തുന്നുണ്ട്. 1500 മുതൽക്ക് പിന്നീട് 5 ഡൈനാസ്റ്റികളാണ് അവിടെ ഭരണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയാണ് 5 ഡൈനാസ്റ്റികൾ? നിസാം ഷാഹീസ്, കുത്തുബ് ഷാഹീസ്, ആദിൽ ഷാഹീസ്, ഇമാദ് ഷാഹീസ്, ബരീദ് ഷാഹീസ്. ഇങ്ങനെ 5 ഡൈനാസ്റ്റീസ് 5 ഡിഫറെന്റ് ആയിട്ടുള്ള പ്രദേശങ്ങൾ ഭരണം നടത്തി. അഹമ്മദ് നഗർ, ബീജാപൂര്, ഗോൽഗണ്ട, ബേറർ, ബീദർ, ഇങ്ങനെ 5 പ്രദേശങ്ങൾ ഭരണം നടത്തിയിട്ടുണ്ട് അവർ. ഓക്കെ, ഇവരൊക്കെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനുകളും ഇൻഫർമേഷനും കാര്യങ്ങളെല്ലാം നമ്മളുടെ ക്ലാസ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇവിടെ ഇത് ജസ്റ്റ് പറഞ്ഞു പോവാണ് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ മോഡേൺ ഇന്ത്യ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോഡേൺ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുന്നത് 1757 എന്താണെന്ന് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? പ്ലാസി യുദ്ധം. അതോടുകൂടിയിട്ടാണ് ബ്രിട്ടീഷ് എംപയർ ഇന്ത്യയിൽ ശക്തി പ്രാപിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, സിപ്പോയ് മ്യൂട്ടിനി 1857 മുതൽ 57 സിപ്പോയ് മ്യൂട്ടിനി. പിന്നെ 1885 കോൺഗ്രസിന്റെ ഫോർമേഷൻ, 1905 പാർട്ടീഷൻ ഓഫ് ബംഗാൾ, 1920 കൂടിയിട്ട് ഗാന്ധി വരുന്നു. 1917 കൂടിയിട്ട് തന്നെ ഗാന്ധി എമർജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഗാന്ധി കുറെ കൂടെ പോപ്പുലർ ആവുന്നത്, ഒരു നാഷണൽ ലീഡർ ആയിട്ട് മാറുന്നത് 1920 ഗാന്ധി നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് NCM നടത്തുന്നു. ദെൻ 10 വർഷം കഴിഞ്ഞിട്ട് ഗാന്ധി CDM സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് നടത്തുന്നു. ദെൻ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു പുതിയൊരു രാഷ്ട്രവും ഉണ്ടാവുന്നു. സോ ഇതാണ് മോഡേൺ ഇന്ത്യയുടെ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. സോ ഇതാണ് ക്രോണോളജി. സോ ഈ ഒരു ക്രോണോളജി നിങ്ങളുടെ മനസ്സിൽ വേണം. ഈ കാലഘട്ടങ്ങളിൽ ഏതൊക്കെ സമയത്ത് വന്നു, ആരൊക്കെയാണ് പുതിയ എംപയേഴ്സ്, ഏതൊക്കെയാണ് എംപയറുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നിങ്ങളുടെ മനസ്സിൽ വെക്കുക. ഇത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിസ്റ്ററി നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് നമ്മളുടെ റെഗുലർ ക്ലാസ്സസിൽ നമുക്കത് ഡിസ്കസ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.